ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ടിമു ഹോൾ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ കഴിഞ്ഞ ടിമു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അതിലൊരു കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യോ ടിമു എന്ന് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ, എനിക്ക് അത് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യാനുള്ള ധൈര്യം ഇതുവരെ ടിമുവിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അങ്ങനെ വാങ്ങിച്ച് ട്രൈ ചെയ്യാത്തത്. കാരണം നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് അങ്ങനെയൊക്കെയാണല്ലോ ഉപയോഗിക്കുക. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ധൈര്യമില്ല അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങിച്ച് കഴിഞ്ഞാലും വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ടിമോന്ന് പർച്ചേസ് ചെയ്യാത്തത്. പിന്നെ നല്ലൊരു ഓപ്ഷനായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ടിമോന്ന് നമ്മൾ ബ്യൂട്ടി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫാൻസി ആയിട്ട്, അതായത് ഇപ്പം നമ്മൾ കാണുമ്പോഴത്തേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള പോലത്തെ ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങിക്കാമെന്നല്ലാണ്ട് ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ടിമുന്ന് വാങ്ങിക്കുന്നതിനോട് എനിക്ക് അത്ര ഒരു യോജിപ്പില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്യാത്തത്. ഞാൻ കൂടുതൽ ടിമുന്ന് മേടിക്കുന്നത് നമ്മൾ വീട്ടിലേക്കുള്ള ഈ ഡെക്കോർ ഐറ്റംസ്, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കുട്ടി സാധനങ്ങൾ, അല്ലെങ്കിൽ നല്ല ക്യൂട്ടായി നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് മേടിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ബാഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറേ കളക്ഷൻസ് ഉണ്ട്, നല്ല അഫോർഡബിൾ റേറ്റും ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ ഒരു ട്രാവൽ എഡിഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ട്രാവൽ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ശ്രീലങ്ക പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ശ്രീലങ്കയ്ക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഞാൻ ശ്രീലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടാണ് ആ സാധനങ്ങളൊക്കെ എൻ്റെ കൈ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ട്രാവൽ എഡിഷൻ ഒരു ടിമു ഹോള് കാണിക്കാൻ വേണ്ടിയിട്ട് പോകണത് കേട്ടോ. ഞാൻ കുറച്ചധികം ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടിമുവിൽ ടൈം കുറച്ചധികം എടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു 10-ാം തീയതി ആണെങ്കിൽ ചിലപ്പോൾ അത് 25-ാം തീയതി ഒക്കെ ആയിരിക്കും നമ്മളെ കൈ സാധനം കിട്ടുന്നത്. അപ്പോൾ കുറച്ചൊരു വലിയ പീരീഡാണ്, ഒരു 8, 13 അങ്ങനെയൊക്കെ 13 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു എനിക്ക് അതിൽ കാണിച്ചത്. അത്രയും ഒരു ലോങ് പീരീഡ്. അപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ കിട്ടും. പക്ഷേ ടിമുവിൽ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും കുറേ ഒരു ലോങ് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു അത് എത്തേണ്ടത്. പക്ഷെ അത് എത്തിയില്ല. എന്തായാലും പോട്ടെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത്. നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വലിയൊരു ഹോൾ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാം കുട്ടി പ്രോഡക്റ്റ്സാണ്. പക്ഷേ ഒരു 10-12 പ്രോഡക്റ്റ്സ് ഉണ്ടാവും കേട്ടോ നിങ്ങളെ കാണിച്ചു തരാം. ഭയങ്കര ക്യൂട്ടാണ് എല്ലാം കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ രാത്രി എടുക്കുന്നത്. കാരണം ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇത് വന്നിട്ട് ഏകദേശം 2 ദിവസമായി. പക്ഷേ ശ്രീലങ്കയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും പെൻഡിങ് വർക്ക്സ് ഒക്കെ തീർക്കാനുള്ളത് കൊണ്ടും എനിക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ രാത്രി നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന്. ഇപ്പോൾ രാത്രി ഏകദേശം 10 മണി ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ വീഡിയോ എടുത്തിട്ട് വേഗം തന്നെ പോസ്റ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഇതാണ് എൻ്റെ വലിയ ടിമോന്ന് വന്നിട്ടുള്ള പാക്കേജ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത്രയും വലിയ പാക്കേജാണ്. അപ്പോൾ ഞാൻ ഇതിന്ന് ഓരോരോ സാധനങ്ങളെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് കുറച്ച് കുറവായിരിക്കും, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, അതേപോലെ എൻ്റെ ഫേസ് വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന. ഇത് വാഷബിൾ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. സിബും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. ഇതിന് ഒരു ടൈ പോലത്തെ സംഭവമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. നമ്മൾ ഐറ്റം വന്നിട്ട് ഇതിലിങ്ങനെ കുട്ടി ബോക്സസ് ഉണ്ട്, സിബൊക്കെ വെച്ചിട്ട് 4 ബോക്സസ് ആണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് നമുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ പർച്ചേസ്. സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു പാൻസ് ആണ് കേട്ടോ മേടിച്ചത്. എനിക്ക് സൈസ് പറ്റുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇനി ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് റിട്ടേൺ അയക്കണം. അപ്പം ഞാനിതിപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇതാണ് എൻ്റെ പാൻസ് എന്ന് പറയുന്നത്. നോർമലായിട്ടുള്ള ഒരു വൈറ്റ് കളർ, ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ പോലത്തെ ഒരു പാൻസ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് പറ്റുന്ന തോന്നുന്നത് കേട്ടോ. അത് എലാസ്റ്റിക് ഒക്കെ ഉണ്ട്. ഇതെനിക്ക് പറ്റുന്ന തോന്നുന്നത്. ഈ പാൻസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എല്ലാം തന്നെ ഒരു സൈസ് വലുതാണ് എടുത്തിരിക്കുന്നത്. എക്സലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ ലാർജാണ് യൂസ് ചെയ്യുക. പക്ഷേ ഒരു സൈസ് വലുത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സൈസ് വലുതാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ് എന്ന് പറയുന്നത്. നോർമലായിട്ടുള്ളൊരു പാൻറ്റ്, നമുക്ക് കംഫർട്ടബിളായിട്ട് ഇട്ട് പോകാൻ പറ്റിയൊരു പാൻറ്റാണ് ഇത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റിലിടണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്, പക്ഷേ എനിക്കത് ഇടാൻ പറ്റിയില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് ഫ്ലൈറ്റിൽ പോകുമ്പം ഇടാം. ഓക്കെ, ഇതിന് 2 സൈഡിലും പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പാൻസ്. ഇതിൻ്റെ കളർ വന്നിട്ട് ക്രീമാണ് കേട്ടോ, ഒരു ബീച്ച് ക്രീം കളർ പാൻസ് ആണ്. നെക്സ്റ്റത്തെ പ്രോഡക്റ്റ് ഈ ഒരു വൈറ്റ് അല്ല, ഒരു ക്രീം കളറിലുള്ള ടോപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരുടെ എല്ലാം സിബുള്ള പോലത്തെ, ഇങ്ങനത്തെ സിബുള്ള പോലത്തെ പാക്കേജിങ്ങിലാണ് വരാം. അതൊരു നല്ല കാര്യമാണ്. ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പം ഈ ടോപ്പ് ആക്ച്വലി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പാണ്. നമുക്കിങ്ങനെ ഇടാനൊക്കെ ഭയങ്കര സുഖമുള്ള ടോപ്പാണ് കേട്ടോ. നമുക്കിങ്ങനെ ഭയങ്കര ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന പോലത്തെ ടോപ്പാണ്. ഞാൻ കുറച്ച് വലിയ സൈസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഒരു സൈസ് വലുതാണ്, പക്ഷേ ഇത് കുറച്ച് വലുതായി പോയോ എനിക്കൊരു സംശയമുണ്ട്. നെക്സ്റ്റത്തെ എൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് ബാഗ്സ് ആണ് കേട്ടോ. ഈ ബാഗ്സ് ഞാൻ മേടിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇടാം. അപ്പോൾ എൻ്റെ കുറച്ച് ഇന്നേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാനുള്ള പോലത്തെ കുട്ടി കുട്ടി ബാഗ്സ് ആണ് കേട്ടോ. ഇങ്ങനെ സിബൊക്കെ വരുന്ന ടൈപ്പുള്ള കുറച്ച് പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നനഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിബുള്ളൊരു ബാഗ്സാണ് മേടിച്ചിട്ടുള്ളത്. നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാനത് മേടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അധികം പൈസ ഇല്ല കേട്ടോ. അതിനെന്തോ 2-3 ദിറംസേ ഉള്ളൂ ഇത്രയും ബാഗ്സിന്. അതായത് 4-5 ബാഗ്സ് ഉണ്ട്. 5 ബാഗ്സിന് ആകെ 3-4 ദിറംസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് ഒരു സോപ്പ് പെട്ടിയാണ്. സാധാരണ ഞാൻ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ സോപ്പ് കൊണ്ടുപോകാറാണ് കേട്ടോ വീട്ടിൽ നിന്ന് പതിവ്. കാരണം എനിക്ക് ചില സോപ്പ് അല്ലെങ്കിൽ ചില ഫേസ് വാഷ് അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. അതേപോലെ ഈ ഷവർ ജെല്ലുകളൊന്നും എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് പറ്റില്ല. എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സോപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോപ്പ് പെട്ടി ഞാൻ കുറച്ച് കാലം ഇത് മേടിക്കണം എന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കിങ്ങനെ ഉള്ളിലൊരു സംഭവം ഉണ്ട് കേട്ടോ. സോപ്പിൻ്റെ ഒരു ട്രേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സോപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇതിലേക്ക് എടുത്ത് വെക്കാം. അപ്പം ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. ഇത് വന്നിട്ടൊരു ഫൈബർ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റത്തെ എൻ്റെ പർച്ചേസ് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് വന്നിട്ട് എൻ്റെ ബ്രഷില്ലേ, മേക്കപ്പ് ബ്രഷ്. എനിക്ക് ആകെ 3 മേക്കപ്പ് ബ്രഷേ ഉള്ളൂ കേട്ടോ. ആ മേക്കപ്പ് ബ്രഷ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സല്ല, ഒരു പൗച്ചാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ബ്ലാക്ക് ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്ന കളർ. അതിൻ്റെ നടുക്കിലായിട്ട് ഇങ്ങനെ ട്രാൻസ്പാരൻറ്റ് ഒരു ഇതൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, അതായത് എൻ്റെ ബ്രഷ് അതൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പൗച്ച് മേടിച്ചതാണ്. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന അടുത്ത ഐറ്റമാണ് കേട്ടോ ഇത് ആക്ച്വലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ നമ്മളുടെ ഫേസ് വാഷൊക്കെ വലുതൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സെറ്റാണ് കേട്ടോ. സെറ്റായിട്ടാണ് വന്നേ. ഞാൻ കുറച്ച് കാലമായിട്ട് ആമസോണിലൊക്കെ നോട്ടിട്ട് വെച്ചതായിരുന്നു ഇങ്ങനത്തെ സംഭവം. ഇത് കണ്ടോ, ഇത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ചെറുതാണ്. പിന്നെ മാത്രമല്ല നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമുക്കിങ്ങനെ പോകുമ്പോഴത്തേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇത് അടിപൊളിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഷവർ ജെല്ലോ അല്ലെങ്കിൽ നമ്മളെ ഫേസ് വാഷോ എന്ത് വേണമെങ്കിലും ആക്കിയിട്ട് ഇതിങ്ങനെ അടച്ച് വയ്ക്കാം. ആൻഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ നമുക്കെടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു 3 എണ്ണമാണ് കേട്ടോ ഇതിലുള്ളത്. കളേഴ്സ് കണ്ടോ നിങ്ങൾ, ഡിഫറെൻറ്റ് 3 കളേഴ്സാണുള്ളത്. പിന്നെ ഇതേപോലത്തെ കുട്ടി നമുക്ക് ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും ആക്കാനായിട്ടൊക്കെ ഉള്ള പോലത്തെ. പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു പമ്പിങ് ബോട്ടിൽ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ആക്കി വെക്കാനായിട്ട് ഇതേപോലത്തെ ഒരു ഫണലുണ്ട് കേട്ടോ. ഈ ഫണലിൽ കൂടെ നമുക്ക് സാധനങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനത്തെ സാധനം ഇത് നോർമലാണ്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മളെ മീഷോയിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പർച്ചേസ് ഈ ഒരു കുട്ടി പൗച്ചാണ്. ഞാൻ കൂടുതൽ പൗച്ചുകളാണ് ഇപ്രാവശ്യം മേടിച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഇങ്ങനെ ഇടുന്ന ടൈപ്പാണ്. അപ്പം അതൊക്കെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എത്രയും പൗച്ച് മേടിച്ചത്. ഇത് വന്നിട്ട് എൻ്റെ സൺഗ്ലാസൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു പൗച്ചാണ് കേട്ടോ. സാധാരണ നമ്മളിങ്ങനത്തെ എൻ്റെ അടുത്ത് ബോക്സാണ് ഉള്ളത്. അപ്പം ബോക്സ് ഇടുമ്പോഴത്തേക്കും ഭയങ്കര വെയിറ്റുമാണ്.
ബാഗിൽ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കുട്ടി പൗച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ബാഗിൽ വെക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ കളറ് വൈറ്റ് ആണ് കേട്ടോ. എനിക്ക് വൈറ്റ് കളറ് ഒരിക്കലും എൻ്റെ കയ്യിൽ കുറേ കാലം ലാസ്റ്റ് ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ വൈറ്റ് ഏകദേശം ഒരു ബ്ലാക്ക് കളർ ആവാനുള്ള ചാൻസ് ഉണ്ട് ഒരാഴ്ചയിൽ തന്നെ. നെക്സ്റ്റ് ഇത് നോർമലായിട്ടുള്ള കോട്ടൺ പാഡ്സ് ആണ്. നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നൊരു കോട്ടൺ പാഡാണ്, നോർമലായിട്ടുള്ള കോട്ടൺ. വീണ്ടും ഒരു പൗച്ചാണ് കേട്ടോ. ഇത് വന്നിട്ട് എന്ത് പൗച്ചാണ് എന്താണെന്ന് ഓർമ്മയില്ല. കുറേ ദിവസം മുമ്പേ മേടിച്ചല്ല എപ്പോഴോ കാർട്ടിൽ ആഡ് ചെയ്തിട്ടതൊക്കെ കൂടി മേടിച്ചതാണ് കേട്ടോ. ഒരവസരം കിട്ടിയപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് മേടിച്ചതാണ്. ഓക്കെ, ഇതൊരു ക്ലോത്തിൻ്റെ ഒരു പൗച്ചാണ് കേട്ടോ. സാനിറ്ററി പാഡ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലോത്തിൻ്റെ പൗച്ചാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളറും അതേപോലെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാം, സാനിറ്ററി പാഡ്സ് വെക്കാം കേട്ടോ. നെക്സ്റ്റ് എൻ്റെ എയർപോർട്ടിന് ഒരു കേസ്. ഞാൻ കുറേ കാലമായിട്ട് അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്ന കേസ്. എനിക്കിങ്ങനെ റെഡ് അതേപോലെ വൈറ്റ് അങ്ങനത്തെ ഭയങ്കര എന്താ പറയുക നല്ല എടുപ്പുള്ള കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു സംഭവമാണിത്. ഇതാണ് എൻ്റെ എയർപോർട്ടിൻ്റെ കേസ്. ഇത് എങ്ങനെയാണോ ഉപയോഗിക്കുക? പൊട്ടിയതാണോ? ഇതിങ്ങനെ തന്നെയാണോ ഉണ്ടാവുക? ഓ, ഇതിങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ഉള്ള ഒരു കീ ചെയിൻ കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കീ ചെയിനാണ് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിക്കിടക്കുകയാണോ അല്ലെങ്കിൽ ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് പോലെ എനിക്കറിയില്ല. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം തുറന്ന് നോക്കണം കേട്ടോ, എനിക്ക് എന്നാലേ മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാച്ചാണ് കേട്ടോ. ഇതെനിക്ക് പറ്റുകയില്ല, പക്ഷെ എനിക്ക് കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വാച്ചിൻ്റെ ഒരു വലിയ ഫാനല്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ മേടിച്ച. ഈ വാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പണിംഗ് ഉള്ള വാച്ചാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനത്തെ വാച്ചുകളാണ് മറ്റേതിനെക്കാട്ടിലും. യെസ്, ഇത് കറക്റ്റാണ് എനിക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. കൈക്ക് കുറച്ച് വലുതാണ്, എന്നാലും കുഴപ്പമില്ല. വാച്ച് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇടാനൊക്കെ പറ്റിയ പോലത്തെ കുഴപ്പമില്ലാത്തൊരു വാച്ച് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തോ പോലെ, എനിക്ക് വലിയ എന്തോ സാധനം ഇട്ട പോലെ ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇറ്റ്സ് നൈസ്, നല്ല വാച്ചാണ് കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻ്റെ പർച്ചേസ് പറയുന്നത് ഈ ഒരു മൂക്കുത്തിയാണ് കേട്ടോ. ഇത് മൂക്കുത്തിയല്ല, സോറി, ഇത് ഇയറിംഗ് ആട്ടോ. ഇയറിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ലൂക്ക കറിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഇങ്ങനെ കാത് കുത്തുന്നുണ്ടല്ലോ അപ്പം. പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല. ഞാൻ ഓൾറെഡി കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്കിന്നിൽ ഈ കാത് കുത്തൽ ഒക്കെ പെട്ടെന്ന് പഴുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം മേടിച്ചതാണ്. കണ്ടോ, ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. രസമുണ്ടോ കാണാനായിട്ട്? ഞാൻ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടുമ്പം നല്ല രസമായിരിക്കുമല്ലോ വിചാരിച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ്. അതാണ് എൻ്റെ അടുത്ത പർച്ചേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീണ്ടും ഒരു പൗച്ചാണ് കേട്ടോ. ഇതാണ് ആ പൗച്ച്. ഈ പൗച്ചിനൊരു ഇങ്ങനെ ഹാങ് ചെയ്യാനുള്ളൊരു സംഭവം കൂടിയുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ഹാങ് ചെയ്യാനുള്ള സംഭവം. ഇതൊരു കുട്ടി പൗച്ച്. അതിൻ്റെ എയർപോഡ് അതേപോലെ തന്നെ എന്താ പറയുക ചാർജറിൻ്റെ കേബിളൊക്കെ പൊട്ടി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഞാൻ അങ്ങനെ അത്രയും അലങ്കോലമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെക്കാനായിട്ടുള്ള ഒരു കുട്ടി പൗച്ചാണ് കേട്ടോ. ഭയങ്കര ചെറുതായി പോയിട്ടോ. ഞാൻ ഇത് കുറച്ചും കൂടി വലിപ്പം പ്രതീക്ഷിച്ചു, പക്ഷേ ഇത് ഭയങ്കര ചെറുതാണ്. എയർപോഡ് മാത്രമേ കൊള്ളുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഇയറിങ്സിനോട് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ മുകളിൽ കുത്താനൊക്കെ. പക്ഷേ എനിക്ക് കുത്താനേ പറ്റുന്നില്ല. കാരണം എനിക്ക് പഴുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു പ്രാവശ്യം തന്നെ കുത്തിയിട്ട് ഭയങ്കരമായിട്ടും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ 2-3 മേടിച്ചു എനിക്കിടാൻ വേണ്ടിയിട്ട്. അയ്യോ, ഇതൊക്കെ ഭയങ്കര ഇതാട്ടോ, വലുതാ. ബട്ട് നൈസ്. ഇത് ഇട്ട് നോക്കട്ടെ ഞാൻ ആദ്യം. ഈ ഒരു ഇയറിങ് തന്നെയാണ്, പക്ഷെ ഞാൻ ഇതായിരുന്നില്ല കേട്ടോ ഉദ്ദേശിച്ച്. അവരെന്നെ പറ്റിച്ചു. അവരിതായിരുന്നില്ല എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഐ മീൻ ഫോട്ടോയിലുണ്ടായിരുന്നത്. പക്ഷേ വന്നപ്പോൾ ഇതാ ഇങ്ങനത്തെ സംഭവം കേട്ടോ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂക്കുത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചത്. ബട്ട് ഇത് ഇങ്ങനത്തെ കുട്ടി 2 സാധനങ്ങളാണ്. ഇത് എങ്ങനെ ഇടാനാണ് എനിക്കറിയില്ല. മൂക്കുത്തിയെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷേ ഇതെന്തോ ചെറിയ 2 സാധനങ്ങളായിപ്പോയി.
ഇതൊക്കെ 1 ദിറംസ് 2 ദിറംസേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഞാൻ ചീർപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി ചീർപ്പ്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കുട്ടി ചീർപ്പാണ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ബാഗിൽ ഇടാലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. 2 ഇതിലൊക്കെ വെച്ചിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനവരെ സമ്മതിച്ച് കൊടുക്കണം കേട്ടോ, കാരണം ഇത് ഭയങ്കര നല്ല കാര്യം തന്നെ. ഇങ്ങനത്തെ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാനും അതേപോലെ ഓപ്പൺ ചെയ്യാനും പറ്റുന്ന പോലത്തെ ഒരു ചീർപ്പാണ്. ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ചീർപ്പാണ്. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ അതേ കളർ, അതായത് എയർപോർട്ടിൻ്റെ കളർ നിങ്ങൾ കണ്ടില്ലേ, അതേ കളറിന് മാച്ച് ചെയ്യുന്ന പോലത്തെ എന്താ പറയുക, നമ്മളെ ചാർജറിൻ്റെ പുറത്തൊക്കെ ഇടുന്നൊരു കവറില്ലേ, ഇപ്പോൾ കുറേ ആൾക്കാരങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചാൽ, കാരണം എൻ്റെ ചാർജറിൻ്റെ വയറൊക്കെ ഏകദേശം തീരുമാനമാവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണോ ഓർമ്മയില്ല പറഞ്ഞത്. അടുത്തത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് വന്നിട്ടൊരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഡ്രസ്സാണ്. പക്ഷെ ഇതെനിക്ക് പറ്റും തോന്നുന്നില്ല ഗൈസ്, കണ്ടോ, ഇത് ഭയങ്കര വലുതാട്ടോ. നെക്സ്റ്റ് ഞാൻ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ടീമോന്ന് സ്ഥിരം മേടിക്കാൻ തോന്നുന്നൊരു സാധനമാണ് ചെരുപ്പ് എപ്പോഴും ഞാൻ മേടിക്കും കേട്ടോ. ടീമോന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എനിക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ബാഗാണിത്. ഇതിൻ്റെ പാക്കേജിങ് തന്നെ കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റായിട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. കണ്ടോ നിങ്ങൾ, എന്ത് രസമുള്ള ബാഗാണെന്ന് അറിയോ. ഒറ്റ സെക്ഷൻ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ നമുക്ക് ഇടാൻ പറ്റിയ പോലത്തെ സംഭവം കൂടി ഉണ്ട് കേട്ടോ. സ്ലിംഗ് ബാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പേഴ്സായിട്ട് വരെ യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുട്ടി സ്ലിംഗ് ബാഗായിട്ടും ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇത് ഞാൻ എടുത്ത് മാറ്റി വെക്കട്ടെ. ഞാനിപ്പം ക്യാമറ മാറ്റി കേട്ടോ, കാരണം എൻ്റെ മറ്റേ ക്യാമറത്തെ ചാർജ് കഴിഞ്ഞു പോയി. അതാണ് നിങ്ങൾക്ക് ഒരു ചെറിയ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും അതും തമ്മിൽ. ഇപ്പോൾ ഈ ലോക മൂവി വന്നതിന് ശേഷം ഈ സാധനം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. കേട്ടോ, കുട്ടിയൊരു പാക്കറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ 4 കളേഴ്സ് എന്തുകൊണ്ട്, ബ്ലാക്ക്, ഗോൾഡൻ, പിന്നെ റോസ് ഗോൾഡ് കളർ, പിന്നെ സിൽവർ. ഇങ്ങനെ നമ്മളെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി പറ്റുന്ന സാധനം, ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ് എന്ന് വെച്ചാൽ, നമ്മൾക്കിങ്ങനെ കോട്ടൺ പാഡ്സൊക്കെ ഇല്ലേ, കോട്ടൺ പാഡ്സൊക്കെ ഞാൻ സാധാരണ എൻ്റെ കവറിൽ തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇതിലേക്ക് കോട്ടൺ പാഡ്സ് വെച്ചിട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോട്ടൺ പാഡ്സ് മാത്രം വെച്ചാൽ മതി. അത് മാത്രമല്ല, നമുക്ക് ഭയങ്കര ഹൈജീനിക്കായിട്ട് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്നതാകുമ്പോൾ നമ്മൾ ഫേസിൽ ഇടുന്ന സാധനമല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് വെച്ച് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ബാഗിലിടാനായിട്ടൊക്കെ സുഖമാണ്. പിന്നെ നമുക്ക് എവിടെ പോകുമ്പോൾ കൊണ്ടുപോകാൻ ചെറിയ ബോക്സ് അല്ലേ. ഈ ഒരു ഐറ്റം ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. പോട്ട്സിലൊക്കെ ഉള്ളിൽ ഇങ്ങനെ കറകളൊക്കെ വരില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു നീഡിലായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ബ്രഷും കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് ഭയങ്കര ഫാൻസി ആയിട്ട് തോന്നി ഞാൻ കണ്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് ക്ലീൻ ചെയ്ത് നോക്കണം അത് വർക്ക് ആവില്ല എന്നൊക്കെ. എന്താ പറയുക, ചാർജറും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ളൊരു പൗച്ച് പോലെ ഞാൻ മേടിച്ചതാണ്. ഇങ്ങനെ ചെറിയൊരു സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കുട്ടി പൗച്ച് കേട്ടോ. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗ്രീൻ കളറാണ്, ഒലിവ് ഗ്രീൻ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം. ഇത് കുട്ടി ബോട്ടിൽസ് ആണ് കേട്ടോ. ഗ്ലാസിൻ്റെ ബോട്ടിലാട്ടോ അത്. മൈ ഗോഡ്, ഞാനത് ഇത്ര നല്ലതെന്ന് പ്രതീക്ഷിച്ചില്ല. കുട്ടി ബോട്ടിൽസ് 2 ബോട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇത് നമ്മളുടെ ഫൗണ്ടേഷനൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ മിനി പാക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള സാധനം. ഭയങ്കര ക്യൂട്ടായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഉപയോഗിക്കാനേ തോന്നുന്നില്ല, അത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. 2 ഇടിച്ചതായിരുന്നു, പക്ഷെ 1 വന്നിട്ടുള്ളത് വന്നിട്ടോ. നോക്കട്ടെ, മൈ ഗോഡ്, ഒറ്റൊന്നേ വന്നിട്ടുള്ളൂ ഗൈസ്. ഇതെങ്ങനെ ഒറ്റൊന്നായിട്ട് ഞാൻ ചെവിട്ടിലിട്ട് നടക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു സാധനം ഇത് ഭയങ്കര വൈറലാട്ടോ ഇപ്പം. നമുക്കിങ്ങനെ ചെവിട്ടിലിടാൻ പറ്റിയ പോലത്തെ ഇങ്ങനെ, അയ്യോ ഞാനിപ്പം ഊരി കാണിക്കുന്നില്ല, ഇടാൻ പറ്റും നോക്കട്ടെ. ഇങ്ങനെ ഇടാൻ പറ്റിയ പോലത്തെ സംഭവമാണ് കേട്ടോ ഇത്. കണ്ടോ, ഞാൻ വെച്ച കറക്റ്റാണോ? കറക്റ്റല്ല അല്ലേ. ഇങ്ങനെ ഇടാൻ പറ്റിയ പോലത്തെ സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സാധനം.
ഇത് ആക്ച്വലി ഞാൻ ഈ കളറല്ല ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് സിൽവറാണ്, പക്ഷെ വന്നത് ഈ ഗോൾഡൻ. ഒറ്റ പീസേ വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ 2 പീസാണ് ഓർഡർ ചെയ്തത്, പക്ഷേ ഒറ്റ പീസേ വന്നിട്ടുള്ളൂ. റിട്ടേൺ ചെയ്യണോ വേണ്ടെന്ന് ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ബോക്സ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ബ്രേസ്ലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനാണ് ഞാൻ ഓർഡർ ചെയ്തതിൽ വെച്ച് അത്യാവശ്യം വിലയുള്ള സാധനം കേട്ടോ. ഇതാണ് ആ സംഭവം. ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്, കുട്ടി ബ്രേസ്ലെറ്റ്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഗോൾഡൻ കളർ എൻ്റെ അടുത്തുണ്ട്. നമുക്ക് എന്നിട്ട് നമ്മളെ കയ്യിലിടാം. നമുക്ക് വാച്ചിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 എണ്ണം ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. നമുക്കിങ്ങനെ പെയർ ചെയ്യാൻ പറ്റും. ടൈറ്റ് പലതും പല സൈസാണോ തോന്നുന്നത്. എൻ്റെ കൈക്ക് പറ്റിയ സൈസല്ല തോന്നുന്നു. പിന്നെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും, അല്ലെങ്കിൽ എനിക്ക് ചേരാത്ത പോലെയൊക്കെ തോന്നും. എനിക്ക് വാച്ച് തന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇടാറുള്ളൂ കേട്ടോ. എനിക്ക് അതുകൊണ്ട് തന്നെ വാച്ച് ഞാൻ എപ്പൊക്കെ ഇട്ടാലും എനിക്ക് എൻ്റെ കൈക്ക് ചേരാത്ത പോലെ ഫീൽ ചെയ്യും. നമ്മൾ ഇട്ടിട്ട് ശീലമാകുമ്പോൾ കുഴപ്പമില്ല. യെസ്, അപ്പോൾ ഇത് 3 ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം. ഇത് 3 കേട്ടോ പെയർ ചെയ്തിട്ട് ഇടാൻ പറ്റിയത്. സോ ഇത് മേടിച്ചു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാനായിട്ട് നല്ല രസമുണ്ട്. നമുക്ക് ഇങ്ങനെ ഇട്ടാലും ഭയങ്കര ഒരു ഫാൻസി ലുക്കൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഊരേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ കൈക്കൂടെ തന്നെ ഇങ്ങോട്ട് പോരും കേട്ടോ. നമ്മൾ ഇങ്ങനെ അൺലോക്ക് ചെയ്തിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല, കൈക്കൂടെ തന്നെ ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഇനി ഞാൻ മേടിച്ചത് ഒരു ടോപ്പാണ് കേട്ടോ. ഈ ടോപ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതെനിക്ക് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിച്ച. ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. അയ്യോ, ഇത് ഭയങ്കര വലുതാണല്ലോ, നോക്ക് നിങ്ങൾ. ഇതും മടക്കി കൊടുക്കേണ്ടി വരുന്ന സൺഗ്ലാസ് ആണ് കേട്ടോ. ഇത് ഓൾറെഡി തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സാധനം കിട്ടിയപ്പോൾ തന്നെ തുറന്ന് നോക്കി സൺഗ്ലാസ് ആണ്. പക്ഷേ ഈ സൺഗ്ലാസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മുഖത്തിനെക്കാട്ടും വലിയ സൺഗ്ലാസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഭയങ്കര വലിയ സൺഗ്ലാസ്. ഈ സൺഗ്ലാസ് ഞാൻ എവിടെ ഇട്ടിട്ട് പോകും, ഇത്രയും വലിയ സൺഗ്ലാസ്. ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടി മേടിച്ചതാണ്. പക്ഷെ ഇത് റിട്ടേൺ ചെയ്യാൻ വേറെ എന്ത് ചെയ്യാനോ. ഞാൻ ഇങ്ങനത്തെ കുറേ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട് ഗൈസ്. ഇപ്പം കുറേ ആയിട്ട് ഇങ്ങനെ കുറേ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ടിമു ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കാരണം ഞാൻ ടിമുവിൽ മേടിക്കുമ്പോഴത്തേക്കും ഒട്ടും എക്സ്പെൻസീവ് അല്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം പിന്നെ റിട്ടേൺ ചെയ്യാം കേട്ടോ. 7 ഡേയ്സിൽ റിട്ടേൺ ചെയ്യുന്ന. മറ്റന്നാളാവുന്നത് എൻ്റെ 7 ഡേ ആവുന്നത്. അപ്പോൾ നമ്മൾ ടിമു ഹോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്രൊഡക്റ്റൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിനും ലിങ്ക് കൊടുക്കാം. ഇതെല്ലാം തന്നെ ഒരു 20 ബിലോ ഒക്കെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ബ്രേസ്ലെറ്റിന് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഒരു 31 അങ്ങനെ എന്തോ ആയത്. ഇത് 3 പീസിനാണ് കേട്ടോ. അപ്പോൾ അതിന് മാത്രമാണ് കുറച്ച് വില കൂടുതലുള്ളൂ. ബാക്കി എല്ലാം തന്നെ 20 ബിലോ ഒക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഈ കൺക്ലൂഷൻ വീഡിയോ ഞാൻ എടുക്കുന്നത് വേറൊരു ദിവസമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 2 ക്യാമറയും ഓഫായി പോയിട്ടോ. പിന്നെ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൺക്ലൂഷൻ അന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ഇന്ന് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.